ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ചേഞ്ചിങ് അത്തരത്തിലുള്ള സർവീസുകളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ടെങ്കിലും ഡീകാർബണൈസേഷൻ എന്നൊരു സംഭവം കൂടുതലായിട്ട് നമുക്കൊന്നും അറിയുന്ന ആളുകളല്ല. അത് ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താണ് ഡീകാർബണൈസേഷൻ അല്ലെങ്കിൽ കാർബൺ ക്ലീനിങ്, അതുപോലെ തന്നെ ഈ ഒരു കാർബൺ ക്ലീനിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ വാഹനത്തിന് ഉണ്ടാകുക, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക, അത് ചെയ്യാതിരുന്നാൽ നമ്മുടെ വാഹനം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാഷിദ് വില്ലൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെ കാർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ്. ഈ ഷോപ്പിൻ്റെ ഉടമയാണ്, പേര് സജീർ എന്നാണ്. അപ്പോൾ സജീർ ഇവിടുത്തെ മെക്കാനിക് എല്ലാ വർക്കും ചെയ്യുന്നത് സജീർ തന്നെയാണ്. അപ്പോൾ സജീർ നമുക്ക് ശരിക്കും കാണിച്ചു തരും. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു കസ്റ്റമറുടെ ഒരു വാഹനം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്തു നോക്കാം എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ലളിതമായ രീതിയിൽ സജീർ പറഞ്ഞു തരും ചെയ്യും. എത്തിയോസ് ലിവയാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം അല്ലേ? ഇതിൽ കാണിക്കാം. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കും. വണ്ടിക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ പ്രോബ്ലംസ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഡീകാർബണൈസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് ഡീകാർബണൈസ് ചെയ്യൂല. എന്നാൽ നമുക്ക് ഓടിച്ച് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെക്ക് ചെയ്യുക വണ്ടി എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യുക. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുള്ളത്. ഇത് 1,31,832 കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ. അതുപോലെ ഇതിൻ്റെ പുക എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കും. നല്ല പുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു, ഓടിച്ച് നോക്കണം എന്ന് പറഞ്ഞു. ഇതിന് നിങ്ങൾ കണ്ടില്ലേ, പുക അത്യാവശ്യം പുകയുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ ഉണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വണ്ടി? കുഴപ്പമില്ല. ഏകദേശം 1,00,000 കിലോമീറ്റർ ആയതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ പുള്ളിയും കുറവൊക്കെ ഒന്ന് കാണുന്നുണ്ട്. ഒരു വൈബ്രേഷനൊക്കെ കൂടുതലുണ്ട് വണ്ടിക്ക്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് വണ്ടിക്ക്. ശരിക്കും ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഫ്യൂവലിൽ ഓടുന്ന പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, LPG ആയിക്കോട്ടെ, ഈ ഫ്യൂവലിൽ ഓടുന്ന ഏതൊരു വണ്ടിക്കും വരുന്ന ഒരു പ്രശ്നമാണ് കാർബൺ ഡെപ്പോസിറ്റ്. അതായത് ഒരു ഫ്യൂവൽ കത്തി വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ കാർബൺ. അതിൻ്റെ വേസ്റ്റാണ് കാർബൺ. ഈ കാർബണിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ വണ്ടിൻ്റെ എഞ്ചിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ട് വണ്ടിക്ക് വരും. അതിലൊരു വലിയൊരു ഇതാണ് വണ്ടിൻ്റെ പുക കൂടും. പിന്നെ വരുന്നത് വണ്ടിൻ്റെ വൈബ്രേഷൻ കൂടും. പിന്നെ മൈലേജ് ഷോർട്ട് വരും. നമുക്ക് മുന്നേ കിട്ടിയിരുന്ന ഒരു മൈലേജ് കിട്ടില്ല വണ്ടിക്ക്. പിന്നെ വണ്ടിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടില്ല. നമ്മൾ വണ്ടി പുതിയ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിച്ചു. അത് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്മൂത്ത്നെസ് കിട്ടൂല. അതൊക്കെ കാരണം ഈ ഒരു കാർബണാണ്. കാരണം കാർബണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞിടത്തോളം വണ്ടിൻ്റെ പെർഫോമൻസിൽ നമുക്ക് കുറവ് വരും. ഈ ഒരു സമയത്താണ് നമ്മൾ ഡീകാർബണൈസ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വണ്ടിൻ്റെ പഴയ ഒരു പുള്ളിങ് തിരിച്ചു കിട്ടും. ആ വൈബ്രേഷൻ കുറയും. ഒരു വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും ആ ഒരു പുതിയ കണ്ടീഷന്. പിന്നെ ഈ കാർബൺ വരുന്ന വേറൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ വരുന്ന മോഡേൺ എഞ്ചിനുകൾക്കൊക്കെ വരുന്നത്. മോഡേൺ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ടെക്നോളജി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ടെർബോ. ഈ ടെർബോ ഒക്കെ കംപ്ലൈൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം കരിയാണ്, കാർബൺ. കാരണം ഈ കാർബൺ ഇതിന് എക്സോസ്റ്റിനുള്ള ഒരു ഗ്യാസ് പവറുണ്ട്. അതിൻ്റെ ഒരു പ്രഷർ കൊണ്ടാണ് ഈ ടെർബോ എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സോസ്റ്റിന് വരുന്ന നമ്മളെ ആ കാർബൺ ഈ ടെർബോയിലോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ആ കരികളായാലും ഇങ്ങനെ പിടിച്ച് കാലക്രമേണ അത് കൂടുതലാവും. അപ്പോൾ ഈ ടെർബോൻ്റെ ഫാന് വർക്കിങ്ങിനൊക്കെ തടസ്സമായിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ട് നല്ല എമൗണ്ട് വരും ടെർബോ കംപ്ലൈൻ്റ് ആയി ശരിയാക്കാൻ. പിന്നെ വരുന്നതാണ് EGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിൽ പൊല്യൂഷൻ കുറക്കുന്ന ഒരു ടെക്നോളജിയാണ് EGR വാൽവ്. ഇതെല്ലാം കംപ്ലൈൻറ്റ് വരുന്നത് ഈ കാർബൺ കരി കൂടുമ്പോഴാണ്. ആ കരിയാണ് നമ്മൾ എഞ്ചിൻ്റെ കമ്പഷൻ ചാമ്പർ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നിന്ന്, അതായത് പിസ്റ്റൺ സിലിണ്ടർ എല്ലാം വരുന്ന ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്ത് കളയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക്
ഇപ്പോൾ ഈ പറഞ്ഞ ടെർബോ കംപ്ലയിൻറ്റ്, EGR വാൽവ് ബ്ലോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യത 99% കുറവാണ്. നമ്മൾ കറക്റ്റ് പ്രോപ്പറായി ചെയ്യണം. അതായത് ഓരോ 25,000 to 30,000 കിലോമീറ്ററിൽ നമ്മൾ വണ്ടി ഡീകാർബൺ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വണ്ടി ഒന്നും നല്ല സ്മൂത്ത് ആയിരിക്കും, വണ്ടിക്ക് നല്ല പുള്ളിങ് എല്ലാം കൊണ്ടും നമുക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. പലരും സംശയമാണ് ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനകത്തുള്ള കാർബൺ ക്ലീൻ ചെയ്യാൻ എഞ്ചിൻ അഴിക്കണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെത്തേഡ്. നമ്മൾ വണ്ടിൻ്റെ ഈ എയർ ഫിൽറ്ററാണ്, ഇത് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഗ്യാസാണ്, ഹൈഡ്രജനും ഓക്സിജനും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഹൈഡ്രജൻ ഓക്സിജൻ വരുന്നത് ഈ മെഷീനിൽ നിന്നാണ്. ഇതാണ് നമ്മൾ ഡീകാർബൺ ചെയ്യുന്ന മെഷീൻ. ഓക്കെ, ഇത് വഴിയാണ് നമ്മൾ എഞ്ചിനകത്തുള്ള കാർബൺ ക്ലീൻ ചെയ്യുന്നത്. സിമ്പിൾ മെത്തേഡാണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇതിൻ്റെ പൈപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊന്ന് ജസ്റ്റ് കവർ ഇത് വെച്ചിട്ടൊന്ന് ഇതൊന്ന് കവർ ചെയ്യും. ഇതെന്തിനാ വെച്ചാൽ പുറത്തെ ഡസ്റ്റുകളൊന്നും ഇതിൽ കയറാതെക്കാൻ വേണ്ടി മാത്രമാണ് കവർ ചെയ്യുന്നത്. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടണം. ഓക്കെ, ഇനിയാണ് നമ്മൾ മെഷീനിൽ നിന്നാണ് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീന്. ഓട്ടോ. ഈ കാറ് 1,30,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കൊടുക്കണം, ഇതിൽ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുള്ളത് മെഷീനിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ 1,30,000 എബോ ആണ്. അപ്പോൾ 1,25,000 കൊടുത്തു. അപ്പോൾ നമ്മളെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അരമണിക്കൂറാണ് ടൈം. ഈ അരമണിക്കൂർ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് വെക്കണം. ഈ സമയത്ത് ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് ഉപയോഗിച്ച് വണ്ടിൻ്റെ അകത്തുള്ള കാർബൺ എല്ലാം ക്ലീൻ ആയി പോകും. ഇത് നമ്മൾ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ പ്യുവർ ഹൈഡ്രജനും ഓക്സിജനും വെച്ചിട്ടാണ്. ഡീകാർബണൈസിങ്ങിൽ നമുക്ക് കെമിക്കൽ ഡീകാർബണൈസിങ് ഉണ്ട്, നോൺ കെമിക്കൽ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് നോൺ കെമിക്കൽ ഡീകാർബണൈസിംഗ് ആണ്. അത് യാതൊരു കെമിക്കലും വണ്ടിക്ക് ദോഷകരമായ യാതൊരു കാര്യങ്ങളും ഇതിലില്ല. പ്യുവർ ഹൈഡ്രജനും 100% സേഫാണ് ഈ മെത്തേഡ്. നോർമലി നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ പൈപ്പിലൂടെ എന്താണ് ഈ പോകുന്നത്, കെമിക്കലാണോ, എന്തെങ്കിലും ലിക്വിഡ് പാസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല സംശയങ്ങളുമുണ്ട്. അത് ഞാൻ കസ്റ്റമർ പ്രൂവ് ചെയ്ത് കാണിക്കലുണ്ട്. ഇതിന്നിപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ആ മെഷീനിൽ വർക്കിംഗ് ആണ്, ഗ്യാസ് ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഞാൻ അഴിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൽ നിന്ന് വരുന്ന, നിങ്ങൾ കൈ കാണുന്നു, എന്തെങ്കിലും കെമിക്കൽ, വെള്ളം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ കാണിക്കുകയാണ്. എന്തെങ്കിലും ഇതിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ ലിക്വിഡ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത് പ്യുവർ ഗ്യാസ്, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, അതാണ് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്. യാതൊരു കെമിക്കലും ഇല്ല, വണ്ടിക്ക് ദോഷമുള്ള യാതൊരു കെമിക്കലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു വണ്ടിയൊക്കെ ചെയ്യാൻ ഏകദേശം എത്രയാണ് എമൗണ്ട് വരുന്നത്? പ്രൈസ് വരുന്നത് ഇപ്പം നമ്മൾ കാരണം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത പ്രൈസാണ്, മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 1000 മുതൽ 1500 വരെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഈ വണ്ടിയിൽ 1300 രൂപയാണ് നമ്മളെ ചാർജ്. കാരണം 1500 cc വണ്ടി ആയതുകൊണ്ട് നമ്മൾ 1300 രൂപ CCക്ക് അനുസരിച്ചാണ്. ഇനി ഒരു അൾട്ടോ ഒക്കെ ആണെങ്കിൽ 1000 cc വണ്ടി ആകുമ്പോൾ നമുക്ക് 1000 രൂപയെ വരുന്നുള്ളൂ ചെയ്യാൻ. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുക, നേരത്തെ നമ്മളൊരു പുക ടെസ്റ്റ് ചെയ്തിരുന്നു, അതൊന്ന് ആക്സിലേറ്റർ ഒന്ന് കൊടുത്താണ്. കണ്ടോ, നേരത്തെ ഒരു കറുത്ത പുക നമ്മൾ ശരിക്കും നല്ല പുക വന്നിരുന്നു. ഇപ്പോൾ ആ കറുത്ത പുക ഇപ്പോൾ ഇല്ല. നേരത്തെ നമ്മൾ ചെയ്തപ്പോഴേ വലിയ കറുത്ത കളറിലുള്ള ഒരുപാട് പുകയായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാറ്റം. പിന്നെ വാഹനം ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി മാറ്റങ്ങളൊക്കെ അറിയാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് നമ്മുടെ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 5 കിലോമീറ്റർ ഓടിക്കണം എന്നാണ് പറഞ്ഞത്, അതിൻ്റെ ഇതിൽ പോകുന്നതാണ്.
ഇപ്പോൾ ശരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അടിക്കടി ഗിയർ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല, അങ്ങനെ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ എഞ്ചിന്റെ ഒരു കടകട ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വേറെ എന്തൊക്കെയാ ഇപ്പൊ ഓടിച്ച് രണ്ടും എന്നുള്ള എന്തൊക്കെയാ മാറ്റങ്ങൾ? എനിക്കിപ്പോ തോന്നുള്ളത് ഗിയർ ഷിഫ്റ്റിംഗ് ഇപ്പൊ നമുക്ക് കയറ്റെല്ലാം സുഖസുന്ദരമായിട്ട് ഈ ഫോർത്ത് ഗിയറിലെ വണ്ടിക്ക് യാതൊരു വൈബ്രേഷനോ വലിയ മുട്ടലോ ഒന്നും ഇല്ലാതെ ഇപ്പോൾ കയറി പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മുന്നേ നമ്മൾ വലിയൊരു കയറ്റം കയറിയെല്ലാം ഫോർത്ത് ഗിയറിലാണ്. അതൊക്കെ നോർമലി വണ്ടി നമുക്ക് ഒരു സ്ലോ ആയി കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര ജെർക്ക് ചെയ്യും. സാധാരണ ഒരു ആക്സിലേറ്റർ കൊടുത്ത് പിന്നെ ആക്സിലേറ്റർ വന്ന് കാലെടുത്തിട്ട് വീണ്ടും കൊടുക്കുമ്പോഴാണ് അതേ ഗിയറിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ കഴിയില്ല. പക്ഷെ ഇപ്പൊ അത് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. അതാണ് എത്രത്തോളം കാർബൺ ക്ലീൻ ആയി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക്. പിന്നെ നേരത്തെ പറഞ്ഞു ആർക്കെങ്കിലും അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് ആദ്യം ഈ പ്രോസസ്സ് നടത്തുന്നതിന് മുമ്പ് ഒരു പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയാൽ എത്രത്തോളം കാർബൺ ഇതിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇപ്പൊ വണ്ടി പഴയ നല്ലൊരു സ്മൂത്ത്നെസ് വന്നതെന്ന് വെച്ചാല് നമുക്ക് ഫ്യൂവൽ കത്താനുള്ള ഓക്സിജന്റെ അളവ് എത്രത്തോളം വണ്ടിയിൽ കുറവുണ്ടാവും, അപ്പോഴാണ് വണ്ടിക്ക് നമുക്ക് ആ വൈബ്രേഷൻ കൂടുന്നത്. ഇപ്പൊ നമ്മൾ ആ കാർബൺ എല്ലാം വാലുകളിലുള്ള കാർബൺ ക്ലീൻ ആയി പോയിട്ടുണ്ട്, പിസ്റ്റണിലുള്ള കാർബൺ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്യൂവൽ കത്താനുള്ള കറക്റ്റ് ഓക്സിജൻ 1% ഫ്യൂവൽ കത്താൻ 14% ഓക്സിജൻ വേണമെന്നാണ് ഇതിലെ ടെക്നിക്ക് ഉള്ളത്. ഇപ്പൊ കറക്റ്റ് 14% ഓക്സിജൻ ഇതിൽ എത്തി. കാരണം എത്തുന്ന ഓക്സിജൻ ഫുള്ള് യൂസ് ചെയ്യാനുള്ള സ്പേസുകളൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം അതിലുള്ള മുന്നേ നഷ്ടപ്പെടുന്നത് വെച്ചാൽ കാർബൺ ഉണ്ടാകുമ്പോൾ സ്പേസ് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മുന്നേ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇപ്പൊ ആ സ്പേസ് നമുക്ക് വീണ്ടെടുത്തു, കാർബൺ എല്ലാം പോയി, അതിന്റെ സ്പേസ് കറക്റ്റ് ഫ്യൂവൽ കത്താനുള്ള ഓക്സിജൻ കത്താനുള്ള സ്പേസ് അതിൽ കിട്ടി. അപ്പോൾ വണ്ടിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയ വണ്ടി ഓടിക്കേണ്ട ഒരു സ്മൂത്ത്നെസ് വണ്ടിക്ക് കിട്ടും. അപ്പോൾ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട ഈ കാർബൺ ക്ലീനിങ് ഡീകാർബണൈസേഷൻ പ്രോസസ്സുമായിട്ടൊക്കെ നമ്മുടെ ഇവിടെ ആർക്കെങ്കിലും അങ്ങനത്തെ വാഹനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സജീർ വളരെ റീസണബിൾ പ്രൈസാണ് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ നമ്മളെ കസ്റ്റമർ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വണ്ടിയാണ്, ഷാജിഖാന്റെ വണ്ടിയാണ്. ഇത് നമ്മൾ നേരെ വണ്ടി ഷാജിഖാന്റെ കൈ കൊടുക്കും, ഷാജിഖാനെ കൊണ്ട് നമ്മൾ ഓടിക്കും, ഒന്ന് ഓടിപ്പിച്ച് നോക്കും. ഷാജിയൊക്കെ പറയട്ടെ എന്താണ് വണ്ടി മാറ്റങ്ങളും. നമ്മൾ ഇനി നേരെ പോകുന്നത് ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞ പോലെ ഷാജിയാക്കാണ്, നമ്മുടെ കോഡൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. നമ്മൾ നേരെ പോകുന്നത് ഷാജിയാക്കാന്റെ അടുത്താണ്. അപ്പൊ ഷാജിയാക്ക പിന്നെ വന്ന മാറ്റങ്ങൾ, അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഷാജിയാക്കാനെ കൊണ്ടൊന്ന് ഓടിച്ചിട്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കേട്ടോ. പ്രസിഡന്റ് കേട്ടോ, മൂപ്പരത്താണ് വാഹനം. അപ്പോൾ മൂപ്പരൊന്ന് ഇനി ഓടിച്ചു നോക്കട്ടെ. പ്രസിഡന്റ് ഇവിടെ ഒരു പ്രോഗ്രാമിലായിരുന്നു, നമ്മളെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കട്ടില വിതരണമാണ്. അപ്പോൾ ഷാജിയാക്ക, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത് കൊടുക്കാൻ കാരണം എന്താ? ഞാനൊന്ന് വരുമ്പോൾ നിങ്ങളെ വണ്ടിയാണ് അവിടെ കിടക്കണത്, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത് കൊടുക്കാനുള്ള ഒരു കാരണം എന്താ? ഞാനിതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഈ കാർബണിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ശരിക്കും അത് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സ്മൂത്തായിട്ടുള്ള ഡ്രൈവിങ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്കാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ജസ്റ്റ് നമ്മളെ കുട്ടികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. വളരെ ഭംഗിയായി തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഡ്രൈവിങ് തന്നെ അത് ചെയ്തതിന് ശേഷം ഡ്രൈവിങ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ മാറ്റം നമുക്കത് എന്താ പറയുക മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്തരം ഡീകാർബണൈസേഷൻ്റെ ഗുണങ്ങളും അതെങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭാഗ്യവശാൽ നമുക്ക് കിട്ടിയ വണ്ടി നമ്മുടെ കോഡൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട നമ്മുടെ ഷാജിയാക്കാൻ്റെ നമ്മുടെ സൈഡാക്കരുത് ഞങ്ങൾ വണ്ടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്തരം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ സമീപിച്ചാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ ഷാജിയൊക്കെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പറയാം. നമ്മൾ ഈ ചാനൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ബെല്ലൈക്കൺ അടിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.